എൻ്റെ കയ്യിലിരിക്കുന്ന ലഡു കാറ്ററിങ്ങിൽ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ, അതായത് ഇവിടെ അച്ഛൻ ഉണ്ടാക്കി തരുന്ന ടേസ്റ്റ് എനിക്ക് വേറെ എവിടെയും കിട്ടാറില്ല. എന്തായാലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. കടലപ്പരിപ്പ് വാങ്ങി പൊടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ബേക്കറി നമ്മൾ പുറമേ നിന്ന് കടയിൽ നിന്ന് കടലമാവ് കിട്ടുമ്പോൾ നമുക്കത്ര ക്വാളിറ്റി കിട്ടാറില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈസൂർ പാവ്, ലഡു എല്ലാം ഉണ്ടാക്കുമ്പോൾ കടലപ്പരിപ്പ് വാങ്ങി അത് വൃത്തിയാക്കി മെഷീനിൽ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ എൻ്റെ കല്യാണത്തിനൊക്കെ അച്ഛൻ, കല്യാണത്തിന് എല്ലാ പാർട്ടികൾക്കും അച്ഛൻ തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് പലഹാരപ്പണി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അച്ഛൻ്റെ ഇതിൻ്റെ എന്താ പറയുക, ലഡു, മൈസൂർ പാവ് ഇതൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. മിക്സ്ചർ ഇതൊക്കെ അച്ഛൻ ചെയ്യണ കാര്യങ്ങളാണ്. അപ്പോൾ ആ ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ ലഡു ഉണ്ടാക്കാനുള്ള ഉരുളി അടുപ്പത്തായി. ഇപ്പം ലഡുവിനുള്ള പഞ്ചസാര അളന്നിടുകയാണ്. നമ്മുടെ രവിയേട്ടനാണ് ഇവിടെ. പഞ്ചസാരയില് ചളി കളയാൻ പാല് ഒഴിച്ചേക്കാണ്. പാലൊഴിച്ചാൽ ചളി പൊന്തി വരും അല്ലേ? അപ്പോൾ 100 ലഡുവിനുള്ള പഞ്ചസാര പാവ് കാച്ചുകയാണ്. അതിൻ്റെ ചളി കളയാൻ വേണ്ടിയിട്ട് ഇത്തിരി പാലൊഴിച്ചിട്ടുണ്ടവർ. അപ്പോൾ ചളി പൊന്തി വരും, നമുക്ക് കാണാം. ചളി ഇതേ പതഞ്ഞ് വരുന്നുണ്ട്. കറുത്തിട്ട് കാണാം മുകളിൽ. ജാറിനെ കൊണ്ട് ചെക്കിയെടുത്ത് ഇത് ആഹാ ഉണ്ട്. വെള്ളത്തിൽ ഇത്രയും ചളിയാണ്. പഞ്ചസാരയിലത്തെ അഴുക്കാണ് പോകുന്നത്. നമ്മുടെ ഫുഡ് കളറ്, ലഡുവിൻ്റെ ഫുഡ് കളറ് ചേർക്കുകയാണ്. കടലമാവ്, പഞ്ചസാര പാവ് കാച്ചി റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ അടുപ്പത്ത് ബൂന്തി വറുക്കാനുള്ള എണ്ണയും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൂന്തി അടിച്ചു തുടങ്ങി. പഞ്ചസാര പാവ് നോക്കുകയാണ്, പാകാണോ. പഞ്ചസാര പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ബൂന്തി, അടിക്കുന്ന ബൂന്തിക്ക് അതിലിട്ട് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. കരയാമ്പൂ ഇടണം. കരയാമ്പൂ പൊടിച്ചിട്ട് അല്ലേ?
ബൂന്തി പഞ്ചസാരപ്പാവ് ഇങ്ങനെ കുടിച്ച് വീർക്കണം അല്ലേ? അല്ല 4 കിലോ പഞ്ചസാര, 4 കിലോ പഞ്ചസാര, 2 കിലോ കടലമാവ്, 250 അണ്ടിപ്പരിപ്പ്, 250 മുന്തിരി, 100 കൽക്കണ്ടാവും, ഏലക്കായ ഒരു 50 ഗ്രാം, കരയാമ്പൂ പൊടിച്ചതിൽ ചേർത്തുണ്ട്. എന്തൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇപ്പം നമ്മുടെ ലഡ്ഡു എല്ലാം ഉരുട്ടി നമ്മൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ നമസ്കാരം.